ബലാത്സംഗ കേസിൽ ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞതോടെ രാഹുൽ മാങ്കൂട്ടത്തിനെ തേടിപ്പോയ അന്വേഷണ സംഘം കേരളത്തിലേക്ക് മടങ്ങി. കർണാടക കേന്ദ്രീകരിച്ചായിരുന്നു കഴിഞ്ഞ ദിവസമൊക്കെ വരെ അന്വേഷണം നടന്നത്. 11 ദിവസമായി ഒളിവിൽ കഴിയുന്ന രാഹുൽ രണ്ടാമത്തെ കേസിൽ കൂടി മുൻകൂർ ജാമ്യം കിട്ടിയാലേ കേരളത്തിലേക്ക് വരാൻ സാധ്യതയുള്ളൂ. അറസ്റ്റ് തടഞ്ഞെങ്കിലും അന്വേഷണത്തിന്റെ ഭാഗമായി ചോദ്യം ചെയ്യലിനായി നോട്ടീസ് അയക്കാനാണ് സംഘത്തിന്റെ തീരുമാനം. രണ്ടാമത്തെ കേസിൽ അതിജീവിത ഇതുവരെ മൊഴി നൽകിയിട്ടില്ല. നേരിട്ട് മൊഴിയെടുക്കാനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. അതിനിടെ രാഹുലിന് പൂർണ്ണമായി കൈയൊഴിഞ്ഞ കോൺഗ്രസ് അന്വേഷണത്തിൽ വീഴ്ചയുണ്ടെന്ന് നിരന്തരം ആരോപിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയുണ്ടെന്ന് മുഖ്യമന്ത്രിക്ക് അറിയാമെന്നാണ് അടൂർ പ്രകാശ് പറയുന്നത്. അന്വേഷണ സംഘത്തലവൻ പോലീസ് അസോസിയേഷൻ നേതാവാണെന്ന് UDF കൺവീനർ ആരോപിച്ചു. അവർ അന്വേഷിക്കട്ടെ, കണ്ടുപിടിക്കട്ടെ എന്ന് അടൂർ പ്രകാശ് പറയുന്നു. മുഖ്യമന്ത്രിയുടെ കൈവശമുണ്ട്, മുഖ്യമന്ത്രിക്ക് അറിയാം എവിടെയുണ്ട് എന്ന്. മുഖ്യമന്ത്രി നിയോഗിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. പോലീസ് അസോസിയേഷൻ്റെ സംസ്ഥാന ഭാരവാഹിയായ തമ്പാനൂർ സ്റ്റേഷനിലെ CI ആണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ പ്രതിയെ സംബന്ധിച്ച് പ്രതി എവിടെ ഉണ്ട് എന്ന് കൃത്യമായി ഇവിടെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ആ റിപ്പോർട്ട് കൊടുത്ത് ആർക്കാ? കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. ആ മുഖ്യമന്ത്രിയാണ് ഇനി മറുപടി പറയേണ്ടത്. ഞങ്ങളുടെ കൈവശം ഇല്ല, അല്ലെങ്കിൽ എനിക്കിത് അറിയാൻ കഴിഞ്ഞിട്ടില്ല, ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞിട്ടില്ല എന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മറുപടി പറയട്ടെ.